ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എഡ്യൂമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ ക്രിസ്മസ് പരീക്ഷയുടെ ബേസിക് സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 6ാം ക്ലാസ്സിന്റെ ക്ലാസ്സുകളൊക്കെ STD6 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. Question 1, Activity 1. Find the odd one in each group. ഓരോ ഗ്രൂപ്പിലുള്ള ഒറ്റപ്പെട്ട ഒന്നിനെ കണ്ടെത്തുക. നോക്കൂ, ആൻഡ്, സ്ക്വയറിൽ, ഹ്യൂമൻ ബീയിങ്സ്, പാരമീസിയം. ഇതിൽ ഓഡ് വണ് വരുന്നത് പാരമീസിയമാണ്. കാരണം എന്താണ്? ബാക്കി മൂന്നും മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആണ്. പാരമീസിയം ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. ആകെ ഒരു സെല്ലേ ഉള്ളൂ. ബി, ക്ലോറോപ്ലാസ്റ്റ്, റൈബോസോം, സെൽ മെംബ്രെയിൻ, ന്യൂക്ലിയസ്. ഇതിൽ ക്ലോറോപ്ലാസ്റ്റ് ആണ്. കാരണം അത് ഒരു പ്ലാന്റ് സെല്ലാണ്, പ്ലാന്റ് സെല്ലിന്റെ പാർട്ടാണ്. ബാക്കിയെല്ലാം കോമൺ ആയിട്ട് പ്ലാന്റ് സെല്ലിലും ആനിമൽ സെല്ലിലും കാണപ്പെടുന്ന പാർട്സ് ആണ്. ക്ലോറോപ്ലാസ്റ്റ് നമുക്കറിയാം പ്ലാന്റ് സെല്ലിൽ മാത്രമേ കാണുള്ളൂ, ആനിമൽ സെല്ലിൽ കാണില്ല. Question 2, ഐഡന്റിഫൈ ദ വേർഡ് പെയർ, റിലേഷൻഷിപ്പ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. നമുക്ക് താഴെ ഒരു വേർഡ് പെയർ തന്നിട്ടുണ്ട്. അതിന്റെ റിലേഷൻഷിപ്പ് മനസ്സിലാക്കിയിട്ട് രണ്ടാമത്തെ വേർഡിന്റെ പെയർ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ അമീബ ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. ബാൽസം എന്താണ്? മൾട്ടി സെല്ലുലാർ ആണ്. Question 3, plant body and animal body are made up of cells. Living cells contain cytoplasm also. പ്ലാന്റ് ബോഡിയും ആനിമൽ ബോഡിയും ഒക്കെ സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ. ഇങ്ങനെ ലിവിങ് സെൽസിൽ എന്തുണ്ട്? സൈറ്റോപ്ലാസം ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നോക്കൂ. നെയിം ദ പാർട്ട് ഓഫ് ദ സെൽ ദാറ്റ് ബോർഡർ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തെ ബോർഡർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ ബോർഡറിലുള്ള ഈ സെല്ലിന്റെ പാർട്ടിന്റെ പേരെന്താണ്? സെൽ മെംബ്രെയിൻ. ബി, നെയിം ദ പാർട്ട് ഫൗണ്ട് ഇൻ സൈറ്റോപ്ലാസം വിച്ച് കൺട്രോൾസ് ഓൾ സെല്ലുലാർ ഫങ്ഷൻസ്. സൈറ്റോപ്ലാസത്തിലുള്ള ഒരു പാർട്ടാണ്, അതായത് സെല്ലിന്റെ ഒരു പാർട്ടാണ്. അതാണ് ഈ സെല്ലിന്റെ ഫങ്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. നമുക്കറിയാം അത് ന്യൂക്ലിയസ് ആണ്. സി, നെയിം ദ സെൽ ഓർഗനൽസ് പ്രസന്റ് ഇൻ പ്ലാന്റ് സെൽസ് ബട്ട് ആബ്സെന്റ് ഇൻ ആനിമൽ സെൽ. ആനിമൽ സെല്ലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല, പ്ലാന്റ് സെല്ലിൽ കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള സെൽ ഓർഗനൽസ് രണ്ടെണ്ണം ഉണ്ട്. ക്ലോറോപ്ലാസ്റ്റും സെൽ വാളുമാണ്. സെൽ വാളും ക്ലോറോപ്ലാസ്റ്റും നമുക്ക് പ്ലാന്റ് സെല്ലിൽ മാത്രമേ കാണുള്ളൂ. ആനിമൽ സെല്ലിൽ അത് കാണാനായിട്ട് സാധിക്കില്ല. Question 4, the following are the questions Shini has to answer in the class seminar. Can you help Shini with the answer? അപ്പോൾ ക്ലാസ് സെമിനാറിൽ ഷിനിക്ക് ആൻസർ ചെയ്യേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് താഴെ തന്നിട്ടുണ്ട്. അതിന് നമ്മോട് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, വിച്ച് ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ ലിവിങ് ഓർഗാനിസം. ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറിലും ഫങ്ഷണലും ആയിട്ടുള്ള യൂണിറ്റ് എന്താണ്? സെല്ലാണ്. ബി, ഈസ് ദർ എനി ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് ചീക്ക് സെൽസ് ഓഫ് എ ചൈൽഡ് ആൻഡ് എ ഗ്രോൺ അപ്പ് പേഴ്സൺ. ഒരു കുട്ടിയുടെയും ഒരു വലിയ ആളുടെയും സെൽസിന്റെ സൈസ് തമ്മിൽ ചീക്ക് സെൽസിന്റെ വലുപ്പത്തിൽ മാറ്റമുണ്ടോ? നോ, ദർ ഈസ് നോ ഡിഫറൻസ് ഇൻ സൈസ് അല്ലെ. വലുപ്പത്തിൽ മാറ്റമില്ല, അതിന്റെ എണ്ണത്തിലാണ് മാറ്റം വരുന്നത്. Question C, what is the reason for the microscopic size of the body of amoeba and the comparatively large size of the ant? നമുക്കറിയാം അമീബ എന്ന് പറയുന്നത് ഒരു മൈക്രോസ്കോപ്പിക് വ്യൂ മാത്രം കിട്ടുന്ന, അല്ലെങ്കിൽ അത്രയും ചെറിയ മൈക്രോസ്കോപ്പിലൂടെ മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്ന അത്രയും ചെറിയൊരു സ്പീഷീസ് ആണ് അല്ലെ. അതിന്റെ ശരീരവും അതുപോലെ കുറച്ചുകൂടെ വലുതായിട്ടുള്ള അമീബയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലുതായിട്ടുള്ള ആൻഡ് ഒരു ഉറുമ്പിന്റെ സൈസും തമ്മിൽ ഇങ്ങനെ ഡിഫറൻസ് വരാൻ, അല്ലെങ്കിൽ അതിന്റെ സൈസിന് ഡിഫറൻസ് വരാൻ കാരണം എന്തെന്നാണ് ക്വസ്റ്റ്യൻ. ദ ബോഡി ഓഫ് അമീബ ഹാസ് ഓൺലി വൺ സെൽ, സോ ഇറ്റ് ഈസ് വെരി സ്മോൾ. അമീബയുടെ ശരീരത്തിൽ ആകെ ഒരു സെല്ല് മാത്രമേ ഉള്ളൂ. ഒറ്റ സെല്ല് കൊണ്ടാണ് അമീബയുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് അത്രയും സ്മോൾ ആയിട്ടുള്ളത്. ദർ ആർ thousands ഓഫ് സെൽസ് ഇൻ ദ ബോഡി ഓഫ് ആൻ ആന്റ്, സോ ദ ആന്റ് ഹാസ് എ ലാർജർ ബോഡി. പക്ഷെ ഒരു ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം അതിനെ ആയിരക്കണക്കിന് സെൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ശരീരം അമീബയെക്കാട്ടിലും വലുതായിട്ട് കാണുന്നത്. Question 5, since amoeba has only one cell in its body, it cannot perform all the life activities that other organisms can. This is the opinion of Manoj. Evaluate the opinion of Manoj. അമീബയുടെ ശരീരം ഒറ്റ സെല്ലുകൊണ്ട് നിർമ്മിച്ചതായതുകൊണ്ട് തന്നെ അതിന് മറ്റ് ഓർഗാനിസംസ് നിർവഹിക്കുന്ന ശാരീരിക പ്രവർത്തനങ്ങൾക്കെല്ലാം, ബോഡി ആക്ടിവിറ്റീസിനെല്ലാം, ലൈഫ് ആക്ടിവിറ്റീസിനെല്ലാം സാധിക്കാറില്ല, അല്ലെങ്കിൽ സാധിക്കില്ല. ഇത് മനോജ് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഒപ്പീനിയൻ ആണ്, അഭിപ്രായമാണ്. ഇതിനോട് നിങ്ങളുടെ പ്രതികരണം എന്തെന്നാണ് ക്വസ്റ്റ്യൻ. ഐ കനോട്ട് അഗ്രി വിത്ത് മനോജ്. ഞാൻ മനോജിന്റെ ഈ ഒരു ഒപ്പീനിയനോട് അഗ്രി ചെയ്യുന്നില്ല. Although amoeba has only one cell, there are cell organelles in it that can perform all life activities.
Activities such as ingestion of food, production of enzymes, digestion, synthesis of proteins, etc. take place in that cell. അമീബയുടെ ഒരൊറ്റ സെല്ല് ആയിരുന്നാൽ കൂടെ ആ ഒരു സെല്ലിൽ എല്ലാ സെൽ ഓർഗനൽസും എന്താണ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബോഡിക്ക് വേണ്ട എല്ലാ ഫങ്ഷൻസും ഈ സെൽ ഓർഗനൽസ് നിർവഹിക്കുന്നുമുണ്ട്. ഡൈജഷനും അതുപോലെ പ്രോട്ടീൻ സിന്തസിസും പിന്നെ ഫുഡിന്റെ അബ്സോർപ്ഷനും എക്സ്ക്രീഷനും എല്ലാം ഈ ഒറ്റ സെല്ല് തന്നെയാണ് നിർവഹിക്കുന്നത്. അതുകൊണ്ട് ഈ ഒപ്പീനിയനോട് യോജിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. Question 6. Given below is the figure of a plant cell that മിനിക്കുട്ടി ഹാസ് ഡ്രോൺ. മിനിക്കുട്ടി വരച്ചൊരു പ്ലാന്റ് സെല്ലിന്റെ ഫിഗർ ആണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്. എക്സാമിൻ ഇറ്റ് ആൻഡ് ചെക്ക് ഇറ്റ്സ് കറക്റ്റ്നെസ്. ഗിവ് യുവർ കമന്റ്സ്. അതിലെ ഓരോ പാർട്ടും നമുക്ക് അടയാളപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ അടയാളപ്പെടുത്തിയതൊക്കെ കറക്റ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. കറക്റ്റ് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. നോക്കൂ, സെൽ മെംബ്രെയിൻ തന്നിട്ടുണ്ട്. എ. ബി സെൽ വോള്, സി ന്യൂക്ലിയസ്, ഡി വാക്യൂള്, ഇ സൈറ്റോപ്ലാസം. ഇതിൽ ഒരുപാട് തെറ്റുകളുണ്ട് അല്ലേ. നോക്കൂ, എ ഈസ് നോട്ട് സെൽ മെംബ്രെയിൻ. അവിടെ സെൽ മെംബ്രെയിൻ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് സെൽ മെംബ്രെയിൻ അല്ല, ഇറ്റ് ഈസ് സെൽ വോൾ. അത് സെൽ വോൾ ആണ്. അതുപോലെ ബി ഈസ് നോട്ട് സെൽ വോൾ, ഇറ്റ് ഈസ് സെൽ മെംബ്രെയിൻ. ബി എന്ന് പറയുന്നത് സെൽ വോൾ അല്ല, അത് സെൽ മെംബ്രെയിൻ ആണ്. ഓക്കെ. ഇനി സി കനോട്ട് ബി ന്യൂക്ലിയസ് ബിക്കോസ് ദ ലൊക്കേഷൻ ഓഫ് ന്യൂക്ലിയസ് ഈസ് ഇൻ ദ സൈറ്റോപ്ലാസം നോട്ട് ഇൻ ദ വാക്യൂൾ. അപ്പോൾ സി എന്ന് പറയുന്നത് എന്താണ്? അത് ന്യൂക്ലിയസ് അല്ല. കാരണം ന്യൂക്ലിയസിന്റെ പൊസിഷൻ സൈറ്റോപ്ലാസത്തിനുള്ളിലാണ്, അല്ലാതെ വാക്യൂളിന്റെ അകത്തല്ല. സൈറ്റോപ്ലാസത്തിനകത്താണ് വാക്യൂൾ ഉള്ളത്. ഈ വാക്യൂളിന്റെ അകത്തല്ല ന്യൂക്ലിയസ് ഉള്ളത്, മറിച്ച് സൈറ്റോപ്ലാസത്തിനകത്താണ്. വാക്യൂളിന് പുറത്താണ് ന്യൂക്ലിയസ് ഉള്ളത്. ഡി ആൻഡ് ഇ ആർ കറക്റ്റ്. ഡിയും ഇയും കറക്റ്റ് ആണ്. അതായത് വാക്യൂളും സൈറ്റോപ്ലാസും കറക്റ്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. Question 7. Choose the correct answer from the given alternatives. Who discovered the cell? Cell ഡിസ്കവർ ചെയ്തത് ആരാണ്? കണ്ടുപിടിച്ചത് ഷീൽഡൻ, ഷ്വാൻ, റോബർട്ട് ഹൂക്ക്, ഹർഗോവിന്ദ് ഖൊറാന. റോബർട്ട് ഹൂക്ക് ആണ് കണ്ടുപിടിച്ചത്. Question 8. Observe the picture. Identify the cells and write their names. നമുക്ക് താഴെ 4 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, സെൽസിന്റെ പിക്ചേഴ്സ്. അതിൽ ഒന്നാമത്തേത് ചീക്ക് സെല്ലാണ്, രണ്ടാമത്തേത് നെർവ് സെല്ലാണ്, മൂന്നാമത്തേത് ഗാർഡ് സെല്ലാണ്, നാലാമത്തേത് മസിൽ സെല്ലാണ്. Question 9. Observe the picture given below. Identify and name the organism. തന്നിട്ടുള്ള പിക്ചറിലുള്ള 2 ഓർഗാനിസംസ് ഏതൊക്കെയാണ്? എ അമീബയാണ്, ബി യൂഗ്ലിനയാണ്. Question B. What is the common feature of these organisms? ഈ 2 ഓർഗാനിസത്തിന്റെയും പൊതുവായിട്ടുള്ള ഫീച്ചർ എന്താണ്, പ്രത്യേകത എന്താണ്? These are unicellular organisms അല്ലെ. Organisms that cannot be seen with the naked eyes. ഇത് രണ്ടും യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്, ഒരൊറ്റ സെല്ലേ ഉള്ളൂ. ഇവയെ നമുക്ക് നമ്മളുടെ നേക്കഡ് ഐസ് കൊണ്ട്, നഗ്നമായിട്ടുള്ള നേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് സാധിക്കില്ല. ഇതിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ സി ആണ്. പാർട്ട് ഓഫ് ദ സെൽ ആൻഡ് ദെയർ പെക്യുലാരിറ്റീസ് ആർ ഗിവൺ ബിലോ, മാച്ച് ദം സ്യൂട്ടബ്ലി. സെൽസിന്റെ ഭാഗങ്ങളും അവയുടെ പ്രത്യേകതകളും നമുക്ക് താഴെ ഒരു ടേബിളിൽ തന്നിട്ടുണ്ട്. അത് ഡിസോർഡർ ആയിട്ടാണ് തന്നിട്ടുള്ളത്. അത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, സൈറ്റോപ്ലാസത്തിന്റെ പെക്യുലാരിറ്റീസ് പറഞ്ഞിട്ടുള്ളത് കൺട്രോൾ സെല്ലുലാർ ആക്ടിവിറ്റീസ് എന്നാണ്. അല്ലേ, അതെന്താണ് മക്കളെ? ഹോൾസ് ദ സെൽ പാർട്ട് ഇൻസൈഡ് ദ സെൽ എക്സെപ്റ്റ് ന്യൂക്ലിയസ് എന്നതാണ് സൈറ്റോപ്ലാസത്തിന്റെ പ്രത്യേകത. ഇനി ന്യൂക്ലിയസിന്റെ നേരെ തന്നിട്ടുള്ളത് ഹെൽപ്സ് ഇൻ ഫോട്ടോസിന്തസിസ് ആണ്. അങ്ങനെയല്ല, കൺട്രോൾ സെല്ലുലാർ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുക എന്നതാണ് ന്യൂക്ലിയസിന്റെ ഫംഗ്ഷൻ. സെൽ മെംബ്രെയിൻ അതിന് നേരെ ഹോൾസ് ദ സെൽ പാർട്ട് ഇൻസൈഡ് ദ സെൽ എക്സെപ്റ്റ് ന്യൂക്ലിയസ് എന്നാണ് തന്നിട്ടുള്ളത്. അതിന്റെ ഫംഗ്ഷൻ അതല്ല, കവറിംഗ് ഓഫ് ദ സെല്ലാണ് സെൽ മെംബ്രെയിൻ. സെല്ലിനെ കവർ ചെയ്തിരിക്കുന്നതാണ് സെൽ മെംബ്രെയിൻ. നാലാമത്തേത് ക്ലോറോപ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ ഹെൽപ്സ് ഇൻ ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണത്തിന് അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസിന് സഹായിക്കുക എന്നതാണ് ക്ലോറോപ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ. Question 10. All the cells in the body of a multicellular organism are not similar in structure. അപ്പോൾ ഒരു ബോഡിയിലെ മൾട്ടിസെല്ലുലാർ ഓർഗാനിസത്തിന്റെ ബോഡിയിലുള്ള എല്ലാ സെൽസും എന്താണ്? സിമിലർ അല്ല, അതിന്റെ സ്ട്രക്ചർ സിമിലർ അല്ല. വാട്ട് ഈസ് ദ റീസൺ? ക്വസ്റ്റ്യൻ എ. വാട്ട് ഈസ് ദ റീസൺ? ഡിഫറെന്റ് ലൈഫ് ആക്ടിവിറ്റീസ് ടേക്ക് പ്ലേസ് ഇൻ എ ലിവിംഗ് ബോഡി. ഒരു ലിവിംഗ് ബോഡിയിൽ വ്യത്യസ്ത തരത്തിലുള്ള ലൈഫ് ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സെൽസിന്റെ സ്ട്രക്ചറും അതിനനുസരിച്ച് മാറ്റം വരും. എക്സാമ്പിൾ ഡൈജഷൻ, റെസ്പിറേഷൻ, ലോക്കോമോഷൻ എന്ന് വെച്ചാൽ നമ്മുടെ മൂവ്മെന്റ് കേട്ടോ. ഫോർ ഈച്ച് ഫംഗ്ഷൻ പെർട്ടിക്കുലർ സെൽസ് ആർ നീഡഡ്. ഈ ഫംഗ്ഷനൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള സെൽസ് ആണ് വേണ്ടത്. ക്വസ്റ്റ്യൻ ബി. ഗിവ് ആൻ എക്സാമ്പിൾ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ സെൽസ് ഓഫ് ദ ഹാർട്ട് മസിൽസ് മസ്റ്റ് കോൺട്രാക്ട് ആൻഡ് എക്സ്പാൻഡ്. അപ്പൊ ഹാർട്ട് മസിൽസിന്റെ സെൽസ് എന്താണ്? കോൺട്രാക്ട് ചെയ്യുകയും എക്സ്പാൻഡ് ചെയ്യും, ഇങ്ങനെ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യണം. ദ സെൽസ് ഓഫ് ദ സ്കിൻ മസ്റ്റ് പ്രൊഡ്യൂസ് സ്വെറ്റ്.
എന്നാൽ സ്കിന്നിലെ സെൽസ് എന്താണ്? സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, വിയർപ്പ് പ്രൊഡ്യൂസ് ചെയ്യണം. ഇത് രണ്ടും ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ സെൽസിന്റെ സ്ട്രക്ചറും അതുപോലെ ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. Question 11. Given below is a table prepared by a child comparing animal cell and plant cell, completed by adding the names of the cell organelles. താഴെ നമുക്ക് ഒരു കുട്ടി അനിമൽ സെല്ലിൻ്റെയും പ്ലാന്റ് സെല്ലിൻ്റെയും സെൽ എന്താ പറയുക സെൽ ഓർഗനൽസ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേബിളാണ് തന്നിട്ടുള്ളത്. അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ പ്ലാന്റ് സെല്ലിലും അനിമൽ സെല്ലിലും അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് തന്നിട്ടുള്ളത്. ഏതാണോ വിട്ടുപോയിട്ടുള്ളത് അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. സോ പ്ലാന്റ് സെല്ലിലും അനിമൽ സെല്ലിലും പ്രസന്റ് ആണ് ഈ ഒരു സെൽ ഓർഗണൽ. ഏതാണ്? സെൽ മെംബ്രെയിൻ ആണ് ആൻസർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈറ്റോപ്ലാസം എന്നും എഴുതാം കേട്ടോ. സൈറ്റോപ്ലാസവും രണ്ടിലും നമുക്ക് കാണാമല്ലോ. പിന്നെ പ്ലാന്റ് സെല്ലിൽ ലാർജ് ആണ്, അനിമൽ സെല്ലിൽ സ്മോൾ ആണ്. പ്ലാന്റ് സെല്ലിൽ വലുതും അനിമൽ സെല്ലിൽ ചെറുതുമായിട്ടുള്ള സെൽ ഓർഗനൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, വാക്യൂൾ ആണ്. പിന്നെ അടുത്തത് പ്ലാന്റ് സെല്ലിൽ പ്രസന്റ് ആണ്, കാണുന്നുണ്ട്. അനിമൽ സെല്ലിൽ ആബ്സെന്റ് ആണ്. അപ്പൊ അതെന്താണ്? നിങ്ങൾക്ക് ഒന്നുകിൽ സെൽ വാൾ എഴുതാം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് എഴുതാം. പിന്നെ അതുപോലെ പ്ലാന്റ് സെല്ലിലും അനിമൽ സെല്ലിലും പ്രസന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് സൈറ്റോപ്ലാസം എഴുതാം. നേരത്തെ നമ്മൾ സെൽ മെംബ്രെയിൻ ആണ് എഴുതിയത്, അതുകൊണ്ട് ഇവിടെ സൈറ്റോപ്ലാസം എഴുതി കൊടുക്കാം. അവസാനത്തേത് പ്ലാന്റ് സെല്ലിൽ കാണുന്നുണ്ട്, പ്രസന്റ് ആണ്. അനിമൽ സെല്ലിൽ ആബ്സെന്റ്, കാണുന്നില്ല. അത് ക്ലോറോപ്ലാസ്റ്റ് എഴുതി കൊടുക്കാം. അപ്പോൾ സെൽവോളോ ക്ലോറോപ്ലാസ്റ്റോ ആണ്. നേരത്തെ നമ്മൾ സെൽവോളാണ് എഴുതിയത്, അതുകൊണ്ട് ഇവിടെ നമുക്ക് ക്ലോറോപ്ലാസ്റ്റ് എഴുതി കൊടുക്കാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആട്ടോ മക്കളെ നമുക്ക് ഈ ചോദ്യ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ചെയ്ത ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ ചോദ്യ പേപ്പറുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്